ഇത് ഏതായിട്ട് പയറ്? ഇത് ഏതാ പയറാണ്? പച്ചപ്പയറില്ല, ഹൈബ്രിഡ് ഒന്നും അല്ലല്ലേ? നാടൻ. നിങ്ങള് നാടൻ പയറുകള് ഹൈബ്രിഡ് ഒന്നും യൂസ് ചെയ്യില്ലല്ലോ നിങ്ങള്? തന്നെ പറ്റൂല. ഇതാകുമ്പോ അങ്ങനെയൊന്നും വിഷയമല്ല. വിത്തിന് നല്ല വിലയാണ്. പക്ഷെ ഹൈബ്രിഡ് ഇതാ നല്ലത്. ഇതാകുമ്പോ കൊറേ കായ്ക്കൂലേ, മറ്റേ ഒറ്റടി കഴിയൂലേ തിന്നാ. വാങ്ങി കഴിക്കാൻ നല്ല നല്ല പയറല്ലേ ഇതാണല്ലേ നാടൻ. ഇത് നാടൻ പയറല്ലേ, നാടൻ പച്ചപ്പയർ. ഇപ്പൊ ആരും പൊതുവെ അങ്ങനെ ഇല്ലല്ലോ ഇത്. കാണാൻ ചുരുക്കാണ്. പക്ഷെ ഒന്നായിട്ട് കാശ് ഹൈബ്രിഡ് ഉണ്ടാവും. ആ കുരു പിന്നെ പറ്റൂലല്ലേ? പിന്നെ നമ്മള് വേറെ കുരു വാങ്ങണം. ഇത് നിങ്ങള് കുരു എടുക്കും? ആ പഴയ കാലത്തെ സിസ്റ്റം. പഴയ കാലാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായി എന്നെ. നിർത്തി എന്നിട്ട് സെപ്പറേറ്റ് ഉണക്കിയാണ്ടല്ലേ. ഇപ്പൊ അങ്ങനെ പൊതുവെ ആൾക്കാർ കമ്മിയാണ് വിത്ത് ശേഖരണം അല്ലേ? കഴിഞ്ഞു. ഹൈബ്രിഡേ കാലം അതന്നെ ഹൈബ്രിഡ് അല്ലേ? അത് ഒറ്റടിക്ക് കജ്ജു, ഒറ്റടിക്ക് കഴിയും. ഇതങ്ങനെ കഴിയൂല. ഇത് കൊറേ വള്ളി ഉണങ്ങിയാലും അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പൊതുവെ എല്ലാവരും ഹൈബ്രിഡ് ഒക്കെ പിടിച്ചത്. കാരണം അത് വലിയ ഇതിൽ പെട്ടെന്ന് കഴിയും ചെയ്യും. പക്ഷെ നാടൻ ഇതേമാതിരി പയറുണ്ടാക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കുക. കളയരുത്. അത് വിത്ത് കളയരുത്. അത് കളഞ്ഞാൽ പിന്നെ കിട്ടാൻ കുറച്ച് പണിയാണ്. ഇതിപ്പോ ഇവിടെ കിട്ടാനില്ലല്ലോ ഈ നാടൻ വിട്ട് അല്ലേ? നാടൻ ഹൈബ്രിഡ് അല്ലോ ഹൈബ്രിഡ്. പക്ഷെ നാടൻ ഇത് കിട്ടൂല. ഹൈബ്രിഡ് എല്ലായിടത്തും കിട്ടും, ഇതോടെയും കിട്ടൂല. പക്ഷെ ഇതിന്റെ ഇലേനെ കണ്ടാൽ തന്നെ അറിയാം നാടൻ നമ്മളെ പഴയ കാലത്ത്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് ഈ പയറ്, ഭയങ്കര ടേസ്റ്റാ. ചോദിച്ചിട്ടുണ്ടല്ലേ? നിങ്ങളെ പയർ തിന്നുക. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോ ആ പയർ എനിക്ക് മനസ്സിലായി. ആ ഇലന്റെ ആ സെയിം ഇല തന്നെയാണ് ഇത്. പയറായാലും വരൂല. പക്ഷെ നാടൻ പയറായിട്ടാണ്. കാണാൻ തന്നെ ചുരുക്കാണ്. വന്നില്ലേ മൂലയുടെ ചെലവിന് ഈ പയറും ചീരും. ഈ പീഡനക്കാരന്മാർ ഇതിമ്മ ഇങ്ങനെ ഒന്നും വരേണ്ടി വരൂലേ? രാവിലെ വൈകുന്നേരം വരണല്ലേ? പീഡനക്കാരന്മാർ ഇങ്ങനെ മറ്റവരും പറഞ്ഞാണ്ട് നോളറിഞ്ഞ് ഇത്രക്കുന്ന ഇതുണ്ടാവില്ല. ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ഈ പണിക്ക് കഴിച്ചറിയാ. അല്ലെങ്കിൽ ഈ പണിക്ക് ഇവിടെ കുത്തിറക്കൂലല്ലോ നിങ്ങള്. മുക്കാല് ചെലവാ. മുക്കാല് ചെലവാണ്. പക്ഷെ മറ്റുള്ളവരെ കുറ്റം പറയാണ്. സംഭവം നാട്ടിലെ വർത്തമാനമൊക്കെ അറിയാം.